കഴിഞ്ഞ ദിവസം ഒരു വളരെ മനോഹരമായ ഒരു വീഡിയോ കണ്ടു. വീഡിയോ ഇതേ ഉള്ളൂ. ഒരു യുവതിയായ ഒരമ്മ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ആദ്യത്തെ വാക്സിൻ എടുക്കാൻ വേണ്ടി പോവുക. അപ്പം ആ ഇഞ്ചക്ഷൻ കുഞ്ഞിനെടുക്കുമ്പോൾ ഈ അമ്മയും എന്ന് വെച്ചാൽ ഈ യുവതിയായ ഈ അമ്മയും ഈ കുഞ്ഞിൻ്റെ കൂടെ കരയുക. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കുറേ കമൻസ്, ഇതൊക്കെ അഭിനയമാണ്, ഇങ്ങനെയൊക്കെ യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ അമ്മമാർ കുഞ്ഞുങ്ങളെ കൊല്ലുമോ, നിനക്കൊക്കെ ചവറ്റുകുട്ടയിൽ എറിയാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കമൻസ് ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഇങ്ങനെ ഈ കുഞ്ഞിനെ ആദ്യമായിട്ട് വാക്സിൻ എടുക്കാൻ കൊണ്ടുപോയത് അനിയത്തി പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ട്. എന്നുവെച്ചാൽ ആദ്യത്തെ കുഞ്ഞാകുമ്പോൾ പ്രത്യേകിച്ചും ആ കുഞ്ഞിനെ ആ ഒരു സൂചിത്തുമ്പ് ആ കുഞ്ഞിൻ്റെ ത്വക്കിലേക്ക് അങ്ങ് ഇറങ്ങുമ്പോഴേക്കും നെഞ്ചു പിടയുന്നത് അമ്മയുടെയാണ്. അത് അനിയത്തി പറഞ്ഞെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു കാര്യമായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അവളെ ഓർമ്മ വന്നത്. പക്ഷേ ഈ കമൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ആരോ എവിടെയോ ഒരു മനുഷ്യത്വമില്ലാത്ത ഏതോ ഒരു സ്ത്രീ, അമ്മയാകാൻ യോഗ്യതയില്ലാത്ത ഏതോ ഒരു സ്ത്രീ അവൾക്കുണ്ടായ കുഞ്ഞിനെ കൊന്നെന്ന് കരുതിയിട്ട് തൻ്റെ കുഞ്ഞിനെ നെഞ്ചോളം ആവോളം സ്നേഹിക്കുന്ന ഈ അമ്മയെയും അതോടുകൂടി താരതമ്യപ്പെടുത്തുവാനായിട്ട് ആ സഹോദരൻ കാണിച്ച ഒരു മഹാ മനസ്കഥയുണ്ടല്ലോ, അതിനൊക്കെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല. അയാൾക്കുണ്ടല്ലോ ഒരമ്മ, എന്നാൽ പിന്നെ ആ അമ്മ ഈ മകനെ കൊല്ലേണ്ടതായിരുന്നില്ലേ? കൊന്നില്ലല്ലോ. അതെങ്കിലും ചിന്തിച്ചാൽ മതിയായിരുന്നു. ഒരു ചെറിയൊരു അനുഭവം പറയാം. ചിലപ്പോൾ ഈ അനുഭവം കേട്ടുകൊണ്ട് ചിലപ്പോൾ കുറച്ചൊരു പൊങ്കാലയിടം വരും, എങ്കിലും സാരില്ല. ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ വൈദികനാകുന്നതിന് മുൻപ് ബ്രദറായിരിക്കുന്ന സമയത്ത് കൊരട്ടി അടുത്ത് കോനൂർ എന്ന് പേരുള്ളൊരു പള്ളിയിൽ കാറ്റീസം പഠിപ്പിക്കാൻ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഞായറാഴ്ച രാവിലെ 5:30 ബസ്സിന് പോകും, തിരിച്ചൊരു 3:30 അവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ലോഹയിട്ട് കൊണ്ടാണ് പോയത്. ആ സമയത്ത് നമ്മുടെ കേരളത്തിലൊരു വൈദികൻ്റെ പേരിലുള്ള ഒരു സ്ത്രീ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ കയറിയപ്പോൾ എൻ്റെ അടുത്തൊരു ചേട്ടൻ വന്നിരുന്നു. റിലീജിയൻ പറയുന്നില്ല, ഇനി അത് വേറെ പ്രശ്നമാവും. അപ്പോൾ ഈ ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഈ ചേട്ടൻ ഈ കേസ് എടുത്തിട്ടു. ഞാൻ പ്രത്യേകിച്ചൊന്നും മറുപടി പറഞ്ഞില്ല, കാരണം അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കേസായിരുന്നു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചും പറഞ്ഞില്ല. പക്ഷേ പറഞ്ഞ് ഈ ചേട്ടൻ പിന്നെ എല്ലാവരും ഇങ്ങനെയാണെന്നുള്ള രീതിയിലേക്ക് അങ്ങ് വന്നു. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ അച്ഛന്മാരെല്ലാവരും ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെ എല്ലാവരും അടച്ചാക്ഷേപിക്കരുത്, എവിടെയെങ്കിലും 1-2 പേരുണ്ടാകുമായിരിക്കും, എന്നിട്ട് എല്ലാവരും ഇങ്ങനെയാണ് പറയരുത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ സമ്മതിക്കുന്നില്ല. കുറച്ച് പേരൊക്കെ ഇങ്ങനെ കേട്ടു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ബസ്സിലുള്ളവരെല്ലാവരും എന്നെ നോക്കുക. സ്വാഭാവികം, ലോഹയിട്ടും കൊണ്ട് ഒരാളിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു കൗതുകമാണല്ലോ. പെട്ടെന്ന് ഞാൻ അടുത്തൊഴി ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ വ്യഭിചാരം ചെയ്യാൻ പോയിട്ട് ഇവിടെ നീ കഥ പറയാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് എന്തൊരു അടി കിട്ടിയ പോലെ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ ഉറപ്പുള്ളതെന്ന് ചോദിച്ചു. ഞാൻ പോയിട്ടില്ല, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ ചേട്ടൻ പോയിട്ടില്ല, സമ്മതിച്ചു. എല്ലാവരും ഇങ്ങനെ പോകുന്നില്ലെന്ന് പറയാൻ ചേട്ടന് ഉറപ്പുണ്ടോ? ഇല്ല. അപ്പം ചേട്ടൻ പോയിട്ടില്ല, എല്ലാവരും പോയിട്ടില്ല എന്നുള്ളതിന് ചേട്ടന് ഉറപ്പുമില്ല. ഇത് തന്നെയാണ് ചേട്ടൻ എല്ലാ കാര്യത്തിലും. ഒരാൾ 2 പേര് അങ്ങനെ ചെയ്തു എന്ന് കരുതിയിട്ട് എല്ലാവരും അടച്ചാക്ഷേപിക്കാൻ നിൽക്കരുത്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഭംഗിയായി ജീവിക്കുന്ന എത്രയോ അമ്മമാരുണ്ട്, എത്രയോ സഹോദരന്മാരുണ്ട്, എത്രയോ വൈദികരുണ്ട്, എത്രയോ സന്യസ്തരുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിയുമ്പോഴേക്കും ഇങ്ങനെ അടച്ചാക്ഷേപിക്കാനാണ് എല്ലാവർക്കും ഭയങ്കര താല്പര്യം. സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേ ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാവുള്ളൂ, ഇതിൻ്റെയൊക്കെ അവസ്ഥ മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ചും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കാണുമ്പോഴേ അറിയാം അത് എത്രത്തോളം അവളുടെ ഉള്ളിലേക്ക് അത് ആ നോവ് ഇറങ്ങുന്നുണ്ടെന്നുള്ള കാര്യം. എന്നിട്ടും അതിനകത്ത് ഇങ്ങനെയൊക്കെ ഇടാൻ തോന്നുമ്പോൾ നമ്മുടെയൊക്കെ മനസാക്ഷി എന്ന് പറയുന്ന സാധനം എന്താണുള്ളത് അല്ലേ? ഇനി എല്ലാം പോട്ടെ, ഇനിയെങ്കിലും നമ്മൾ ആര് തന്നെയാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ എല്ലാ കുറവുകളും എല്ലാ പ്രശ്നങ്ങളും ഉള്ളവരുണ്ട്. അപ്പോൾ എന്ന് കരുതി ഒരു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുമ്പോൾ അത് വളരെ വേദനാജനകമാണ്. ഒന്നുമില്ലെങ്കിലും ഭംഗിയായി ജീവിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ ഒരാൾക്ക് അത് നൽകുന്ന വേദന ചെറുതല്ലല്ലോ. അപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം, അവർ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകണം തീർച്ചയായിട്ടും. പക്ഷേ ആരോ ചെയ്ത തെറ്റിൻ്റെ പേരിൽ യാതൊരു തെറ്റും ചെയ്യാത്തവർ വേദനിക്കുന്നത് മോശമല്ലേ? ഇപ്പോൾ ആ കമൻറ്റ് ഞാൻ കാണുമ്പോൾ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഒരു പക്ഷെ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഉള്ളിൽ തോന്നുന്ന ചിന്ത എന്തായിരിക്കും? ഒരമ്മയുടെ, അവൾ മാത്രമല്ല, ആത്മാർത്ഥമായിട്ട് തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു അമ്മയുടെ മനസ്സിൽ തോന്നുന്ന ചിന്ത എന്തായിരിക്കും? ഇനി അത് എഴുതിയവൻ്റെ അമ്മ ഈ കമൻറ്റ് വായിക്കുന്നുണ്ടെങ്കിൽ ആ അമ്മയുടെ മനസ്സിൽ തോന്നുന്ന ചിന്ത എന്തായിരിക്കും? എടാ, ഞാൻ നിന്നെ കൊന്നില്ലല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ? അതുപോലെ അവളും അവളുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടാവില്ലേ? ആ ഒരു ചോദ്യം അത് ഭയങ്കര പവർഫുള്ളാണത്. അപ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മളുടെ ചിന്താഗതികൾ കൊണ്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കട്ടെ. ആരെയും നമുക്ക് വിധിക്കാൻ പറ്റില്ല. ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു എന്ന് കരുതിയിട്ട് നമുക്ക് ആരെയും വിധിക്കാൻ പറ്റില്ല. ഒരു പക്ഷെ അന്ന് ആ കുഞ്ഞിനെ കൊന്നപ്പോൾ അവരുടെ സാഹചര്യം അതായിരിക്കാം, നമുക്ക് ആർക്കും അറിയില്ല. പ്രവൃത്തിയുടെ പേരിൽ
ഒരാളെ നമുക്ക് വിധിക്കാൻ പറ്റും, ഇവളിങ്ങനെയായിരുന്നു ഇവനിങ്ങനെയായിരുന്നു എന്ന് പറയാം. പക്ഷേ അവൻ ചെയ്തതിൻ്റെ പേരിൽ മറ്റൊരുവൻ നമുക്ക് വിധിക്കാൻ പറ്റുമോ? സാധിക്കില്ല. അപ്പോൾ കമൻ്റിട്ട ആ ചേട്ടനോട് ആ സഹോദരനോടും എനിക്ക് തന്നെ പറയാനുള്ളത്, സാധിക്കുമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. കാരണം അതൊരു നല്ല കമൻ്റായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ എന്തായാലും കമൻറ്റ് ഇവിടെ ഞാൻ കാണിക്കില്ല, എല്ലാവർക്കും പ്രൈവസി ഉണ്ടല്ലോ. ഞാൻ അതിൻ്റെ കണ്ടൻറ്റ് പറഞ്ഞു എന്ന് മാത്രം. ആ വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വാക്കുകൾ അത് ആരെയും അടച്ചാക്ഷേപിക്കാനുള്ളതാകാതിരിക്കട്ടെ. പുഴുക്കുത്തുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്, ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കുറവുകളില്ലേ, ബലഹീനതകളില്ലേ എന്ന് കരുതിയിട്ട് എല്ലാവരും ഇങ്ങനെയാണ് നമ്മൾ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കമൻറ്റ് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ അവിടെയും ഭംഗിയായി ജീവിക്കുന്നവരില്ലേ. ഒരപ്പൻ ഭാര്യയെ തല്ലിയെന്ന് വയ്ക്കാം, എന്നുവരെ എല്ലാ അപ്പന്മാരും ഭാര്യമാരെ തല്ലുന്നവരാണോ? അല്ല. എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരെയും അവരുടെ മാതാപിതാക്കളെയൊക്കെ വിഷം കൊടുത്ത് കൊല്ലുന്നവരാണോ? അല്ല. എല്ലാ കാമുകിമാരും കാമുകന്മാർക്ക് വിഷം കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എല്ലായിടത്തും എക്സെപ്ഷൻസും ഉണ്ട്. അതുകൊണ്ട് അടച്ചാക്ഷേപിക്കരുത്. നമ്മൾ തിരിച്ചറിയാം ഒരു കാര്യം കേട്ടോ.